കൊല്ലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു ജയനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഇന്ന് പുലർച്ചെയാണ് തെളിവെടുപ്പ് നടത്തിയത്. ആക്രമിക്കപ്പെട്ട് ചികിത്സയിലുള്ള ജിതിൻ ബോസ് ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയെന്നാണ് പ്രതി ഋതു ജയന്റെ പ്രതികരണം. ഋതുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള മുൻപ് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നീക്കം. പ്രതിക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളില്ലെന്ന് ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പ്രതികരിച്ചു. അതേസമയം ലഹരിക്ക് അടിമയായതുകൊണ്ട് നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടിയിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി. പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ലഹരിക്കുള്ള ചികിത്സ നേരത്തെ നൽകിയിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു താൽക്കാലിക ചികിത്സയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അതിൽ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ആൾക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇരു കുടുംബങ്ങളും തമ്മിൽ 3 വർഷത്തിലധികമായി തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ കുടുംബത്തിലുള്ളവരോട് വിരോധമുള്ളതായി ഋതു സുഹൃത്തുക്കളോട് നേരത്തെ പറഞ്ഞതായും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചികിത്സയിലുള്ള ജിതിൻ ബോസിന്റെ ആരോഗ്യനില മെച്ചപ്പെടുമ്പോൾ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. മോട്ടീവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ അയൽവാസികളായിട്ട് ഒരു 3 വർഷമായിട്ട് അവിടെ വിഷയങ്ങളുണ്ട്. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇരുകക്ഷികളും നേരത്തെ പല സമയത്തും ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ശത്രുതയാണ്. അത് പലതരത്തിൽ ഇങ്ങനെ ഓരോ സമയത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് മനസ്സിലായിട്ടുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഋതുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. തുടർന്ന് നാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കണമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിന് ദൃക്സാക്ഷികളായ കുട്ടികളുടെയും മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം ആക്രമിക്കപ്പെട്ട് ചികിത്സയിലുള്ള ജിതിൻ ബോസ് ജീവനോടെ രക്ഷപ്പെട്ടതിൽ നിരാശയാണ് തനിക്കെന്ന് പ്രതി ഋതു ജയൻ പ്രതികരിച്ചു. ജിതിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം മുഴുവൻ നടത്തിയത്. തലയ്ക്കടിച്ചതിനു പുറമെ കത്തികൊണ്ട് കുത്തിയത് മരണം ഉറപ്പിക്കാനാണെന്നും ഋതു പോലീസിനോട് പറഞ്ഞു. കുടുംബത്തിലെ എല്ലാവരുടെയും മരണം ഉറപ്പിക്കുന്നതിനായി ആവർത്തിച്ച് തലയിൽ അടിച്ചുവെന്നും കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു ഉദ്ദേശമെന്നും ഋതു മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 17-നാണ് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി ചക്രമുടിയിൽ വീണ്ടും കയ്യേറ്റം. വിലക്ക് നിലനിൽക്കെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിച്ചു. നീലക്കുറിഞ്ഞികളും നശിപ്പിച്ചു. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രിൻസ്, വിവാദ ഭൂമിയിൽ വീണ്ടും കയ്യേറ്റം. ആരാണ് പിന്നിൽ? ഇതിനോടകം എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ആര്യ, റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ന് രാവിലെയാണ് ഈ വിവാദ ഭൂമിയിലേക്ക് ആളുകൾ എത്തിയത്. ഇത് വിവരം അറിഞ്ഞതോടെ നാട്ടുകാരും ചക്രമുടി സംരക്ഷണ സമിതി, പോലീസ്, രാജാക്കൾ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്തെത്തി ഇവിടെ കയ്യേറ്റം നടത്താൻ ശ്രമിച്ചവരെ അവിടുന്ന് വിലക്കുകയും അവരെ ഇറക്കി വിടുകയും ചെയ്തു. ഈ ഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറിയ ഇവർ പുൽമേടുകൾ വെട്ടിത്തെളിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള ചെടികൾ നശിക്കുന്ന സാഹചര്യമുണ്ടായി. അതീവ പരിസ്ഥിതി ലോല മേഖലയാണ് ചക്രമുടി മലനിരകൾ. പ്രത്യേകിച്ചും ബ്ലഡ് സോൾ ഉൾപ്പെട്ടൊരു മേഖലയാണ്. വലിയ കയ്യേറ്റങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നടത്തി വിവാദമാകുകയും തുടർന്ന് വിവിധ അന്വേഷണങ്ങളൊക്കെ നടത്തുകയും നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കയ്യേറ്റം നടന്നതായി വിവിധ സർക്കാർ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. എന്നാൽ കൃത്യമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. 4 റവന്യൂ ജീവനക്കാർക്ക് ഇതിനെ മാത്രമാണ് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. വൻ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒക്കെ പിന്തുണ ഈ ഒരു കയ്യേറ്റത്തിൽ ഉണ്ടായിരുന്നത് വ്യക്തമാണെങ്കിൽ പോലും തുടർന്നുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവുകയോ നടപടി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഇത് വലിയ വിവാദങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഈ പ്രദേശത്തേക്ക് കയ്യേറ്റം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കയ്യേറ്റം നടത്തിയത് ഈ ഭൂമിയിൽ അതിക്രമിച്ച് കയറിയവർ മുൻപ് ഈ ഭൂമി കയ്യേറാൻ ശ്രമം നടത്തിയ അടിമാലി സ്വദേശിയുടെ സിബിയുടെ നേതൃത്വത്തിൽ ഉള്ള അയാളുടെ തൊഴിലാളികളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവരാണ് ഈ പ്രദേശത്തേക്ക് എത്തുകയും മുമ്പ് കയ്യേറ്റം നടത്തിയ ഭൂമി വെട്ടിത്തെളിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തെന്നാണ് വിവരം. എന്തായാലും ഈ വിവരം പലതവണ ബൈസൺപാലം വില്ലേജിലും ഒപ്പം ദേവൂർ സബ് കളക്ടറെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ മേഖലയിലേക്ക് എത്തിയില്ല എന്നുകൂടിയാണ് നാട്ടുകാർ പറയുന്നത്. ആര്യ, തീർച്ചയായും പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. പരിസ്ഥിതി ലോല മേഖലയായ ഇടുക്കി ചക്രമുടിയിൽ വീണ്ടും വിവാദങ്ങൾ നിലനിൽക്കെ, വിലക്ക് നിലനിൽക്കെ കയ്യേറ്റം എന്നുള്ളതാണ് വാർത്ത. മറ്റു വാർത്തകളിലേക്ക് കൂടി. മലപ്പുറം ജില്ലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന 6 വരിപ്പാതയുടെ വിവിധ ഭാഗങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകി. 6 വരിപ്പാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിലും സർവീസ് റോഡുകളെ ബന്ധിപ്പിക്കാൻ 6 വരിപ്പാതയ്ക്ക് കുറുകെ നിർമ്മിച്ച മേൽപ്പാതകളിലും അടിപ്പാതകളിലും വാഹനങ്ങൾ നിർത്തുന്നത് തടയാനാണ് നിർദ്ദേശം. ഇത്തരം വാഹനങ്ങൾക്കെതിരെ അതത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലായിരിക്കും നടപടി സ്വീകരിക്കുക. ദേശീയപാതയ്ക്കായി ഏറ്റെടുത്ത 45 മീറ്റർ വീതിയിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഇത്തരത്തിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കണ്ടെത്തി
പിഴ ഈടാക്കാനാണ് നിർദ്ദേശം. ആദ്യ നടപടി എന്നുള്ള രീതിയിൽ ആ വാഹനങ്ങളുടെ നമ്പർ ഇട്ട് അവർക്ക് ഫൈൻ ഇട്ടുകൊണ്ട് നോട്ടീസ് വാഹനത്തിന്റെ മുകളിൽ തന്നെ പതിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. തുടർന്ന് ഫൈൻ അടക്കേണ്ടി വരും. ഇതിന് അല്ലെങ്കിൽ വാഹനങ്ങൾ ഏറ്റെടുക്കുന്ന നടപടി സ്വീകരിക്കേണ്ടി വരും. നാളെ മുതൽ തന്നെ നടപടി ആരംഭിക്കുകയാണ്. കുളപ്പുറത്തൊക്കെ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ നിർത്തിയിടുന്ന വാഹനങ്ങൾ പലതും രാത്രിയിലാണ് കൊണ്ടുപോകുന്നത്. ഇത് ദേശീയപാത നിർമ്മാണത്തെ ബാധിക്കുന്നതായും ഉത്തരവിൽ പറയുന്നുണ്ട്. മാർച്ച് 31-നകം പുതിയ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് ഉത്തരവ്. ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിൽ അനധികൃത വാഹന പാർക്കിംഗ് ഉള്ളതിനാൽ ജോലികൾ മന്ദഗതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് NHAI കർശന നടപടിയെടുക്കുന്നത്. ന്യൂസ് 18 തിരൂർ. നിർത്തലാക്കിയ KSRTC സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി പത്തനംതിട്ട തണ്ണിത്തോട് നിവാസികൾ. സ്വകാര്യ ബസ് ലോബികളുടെ ഇടപെടലാണ് സർവീസ് നിർത്താൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തണ്ണിത്തോടുകാർക്ക് ഒരു കാലത്ത് KSRTC ബസ്സുകൾ മാത്രമായിരുന്നു ആശ്രയം. പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് സർവീസുകൾ ഓരോന്നായി നിർത്തലാക്കി. സ്വകാര്യ ബസ് ലോബികളെ സഹായിക്കാനായിരുന്നു ഈ നീക്കമെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ തണ്ണിത്തോടുകാർ KSRTC സർവീസാണ് ആഗ്രഹിക്കുന്നതും. അതിനാൽ 5 വർഷം മുൻപ് നിർത്തലാക്കിയ സർവീസ് പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. ബസ്സില്ലെന്നുള്ളത് ഒരു പെട്ടെന്നുണ്ടായ ഒരു അവസ്ഥയാണ്. ഇത് ഞാൻ NDAയുടെ ഒരു എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ബസ്സില്ലെന്ന് അറിയത്തില്ല. രാവിലെ 4 മണിയുടെ ഗുരുവായൂർ ഫാസ്റ്റിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോഴാണ് അറിയുന്നത് KSRTC ബസ് ഇല്ലെന്ന്. പിന്നെ അതുകൊണ്ട് എനിക്ക് ആ എക്സാമിന് എഴുതാൻ പറ്റാതായി. അതായത് ഇവിടുന്ന് ആ സമയത്ത് പോകാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഈ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. രാത്രിയും പകലും കാട്ടാനകൾ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തിട്ടുള്ളതിനാൽ ഈ വഴി ചെറുവാഹനങ്ങളിലെ യാത്ര അപകടകരമാണ്. പ്രശ്നം CPM ജില്ലാ നേതൃത്വം ഇടപെട്ട് ഗതാഗത മന്ത്രിയെ അറിയിച്ചിട്ടും നടപടിയായില്ല. രാവിലെ 4:30 തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്ക്, എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് പോകാൻ വേണ്ടി ഒരു ബസ്സുണ്ടായിരുന്നു. 2018 കോവിഡിന് ശേഷവും ഈ വാഹനങ്ങൾ പിന്നീട് ഇവിടെ വന്നിട്ടില്ല. ഏതാണ്ട് 5 വർഷക്കാലയളവായി KSRTC ബസ് ഇവിടെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇപ്പോൾ പല സന്ദർഭങ്ങളിലും KSRTC ബസ് വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ നടത്തി. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും KSRTC ബസ് വിടുന്നതിനോട് താല്പര്യം കാണിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഗവൺമെൻറ്റിന് KSRTC ബസ് വിടാനുള്ള നല്ല താല്പര്യമുണ്ട്. ഗവൺമെൻറ് പല സന്ദർഭങ്ങളിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുടെ താല്പര്യമില്ലായ്മയാണ് KSRTC ബസ് യഥാർത്ഥത്തിൽ തണ്ണിത്തോട്ടിലേക്ക് വരാത്തത്. KSRTC ബസ് സർവീസിനായി പ്രതിഷേധമുയർത്താനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ട കോന്നി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട KSRTC ബസ് ഉരുണ്ടുപോയി അപകടം. എതിർവശത്തെ കടയിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. വലിയ അപകടമാണ് ഒഴിവായത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. കാര്യങ്ങൾ നോക്കാൻ വരുന്ന ഒരാളാണ്. സ്ഥിരമായി ഇവിടെ നിൽക്കാറുണ്ട്. ഞാനിവിടെ നിൽക്കുകയും അവിടുന്ന് വണ്ടി സ്റ്റാർട്ടായി കിടന്ന വണ്ടിയാണ് ഉരുണ്ട് വന്ന് റോഡിൻ്റെ കൈവരി ഇളക്കി. ആ കൈവരിയുടെ മണ്ടയിൽ കൂടെ റോഡിന് കുറുകെ വന്ന് സിംലയുടെ കൈവരി ഇളക്കി. ലൈറ്റ് വെച്ചിരുന്ന ആ ലൈറ്റ് ഇടിച്ച് ഇളക്കി. സിംലയുടെ ഫ്രണ്ടിലെ ചൈനീസിൻ്റെ പ്രത്യേക ഒരു ഹാളുണ്ടാക്കിയിരുന്നു, അതെല്ലാം ഇടിച്ചിളക്കി വന്നു. ജീവൻ രക്ഷപ്പെടാനുള്ള ഒരിതുകൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ആ മൂലയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഓടി അങ്ങ് പോവുകയും ചെയ്തു. എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു കണ്ടീഷനായിപ്പോയി. പാലക്കാട് കപ്പൂരിൽ കാട്ടുപന്നികളുടെ വിഹാരം ബൈക്ക് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം കാട്ടുപന്നി ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പാലക്കാട് കപ്പൂരിൽ വീട്ടിലേക്ക് വരികയായിരുന്ന കുമരനല്ലൂർ കള്ളിക്കുന്ന് സ്വദേശി ഷമീർ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിലാണ് കാട്ടുപന്നി വന്നിടിച്ചത്. നിയന്ത്രണം തെറ്റിയ വാഹനം റോഡിലേക്ക് മറിഞ്ഞു വീണു. വീഴ്ചയിൽ ഷമീറിന്റെ ദേഹമാസകലം ചതവും പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട്. ഷമീർ ആശുപത്രിയിൽ ചികിത്സ തേടി. അത് തിരിയുമ്പോൾ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഈ ഒരു സാധനം പാസ് ചെയ്തു. ഈ പാസ് ചെയ്ത പാട് എനിക്ക് പെട്ടെന്ന് വണ്ടി വെട്ടിക്കേണ്ടി വന്നു. വെട്ടിച്ചതിൽ വണ്ടി മറിയുകയും ചെയ്ത് പിന്നെ മേലാകെ മൂടിയാവുകയും ചെയ്തു. പിന്നെ ഈ പന്നി എന്ന് പറഞ്ഞ സാധനം ഡയറക്റ്റായിട്ട് നേരെ അപ്പുറത്തെ പറമ്പിലേക്കാണ് പോയിക്കുന്നത്. ഈ കാണുന്ന പറമ്പിൽ ഉണ്ട് സാധനമുണ്ട്. അത് ഈ രാത്രി 10:30 മണിക്ക് 11 മണിക്ക് കാണാം. ഒച്ചപ്പാട് കൂടി ഉണ്ടാക്കിയിട്ട് പോകും. അപ്പോൾ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ സാധനത്തിനെ കാണാം. പിന്നെ ഒറ്റക്കുള്ളതുകൊണ്ട് നമുക്ക് അവരെ ഓടിക്കാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്കൊരു പാകില്ല. മുൻകാലങ്ങളിൽ രാത്രി മാത്രമായിരുന്നു കാട്ടുപന്നികളുടെ ശല്യം. എന്നാൽ നാട്ടിൽ തന്നെ കഴിയാൻ തുടങ്ങിയതോടെ ഇവയ്ക്ക് മനുഷ്യരെ പേടിയില്ലാതായി. പകൽ സമയങ്ങളിലും കാട്ടുപന്നികൾ കൂട്ടമായാണ് ജനവാസ മേഖലയിൽ എത്തുന്നത്.
ഇതോടെ ഭീതിയോടെയാണ് നാട്ടുകാർ പുറത്തിറങ്ങുന്നത്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് ഞാങ്ങാട്ടിരിയിൽ റോഡ് കീഴടക്കി പന്നിക്കൂട്ടം. ഇന്നലെ രാത്രി കാർ യാത്രക്കാരനാണ് ദൃശ്യം പകർത്തിയത്. പിന്നീട് ഇവ കൂട്ടത്തോടെ സമീപത്തെ പാടത്തേക്ക് പോയി. ആരൊക്കെ പോണത്? എത്ര ആൾക്കാരാണ്? തൃശൂർ ചേലക്കരയിൽ തീപിടുത്തം. ചേലക്കര നാട്ടിയൻചിറ വെറ്റിലാംപാറയിലാണ് തീപിടുത്തമുണ്ടായത്. പാറകളോട് കൂടിയ തരിശായി കിടക്കുന്ന ഏക്കർ കണക്കിന് കുന്നും പ്രദേശത്താണ് തീ പടർന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തൃശൂരിൽ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളന്റെ മുടി മുറിച്ച് ജയിൽ അധികൃതർ. ഇതോടെ മാനസികാസ്വാസ്ഥ്യം നേരിട്ട മുഹമ്മദ് ഷഹീനെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബർ മണവാളൻ പോലീസ് പിടിയിലായത്. 10 മാസത്തെ ഒളിവിന് ശേഷമായിരുന്നു അറസ്റ്റ്. കോടതി റിമാൻഡ് ചെയ്തതോടെ തൃശൂർ ജില്ലാ ജയിലിലെത്തിച്ചു. പിന്നാലെ മണവാളന്റെ മുടി ജയിൽ അധികൃതർ മുറിക്കുകയായിരുന്നു. മുടി മുറിച്ചു മാറ്റിയതോടെ മുഹമ്മദ് ഷഹീൻ ഷായെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത നിലയിലായി. ഇതോടെ ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടായി. തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. കോട്ടയം കളക്ടറേറ്റിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റമെന്നാരോപിച്ച് പ്രതിഷേധം. റവന്യൂ വകുപ്പിൽ HRMS അട്ടിമറിച്ച് സ്ഥലം മാറ്റിയെന്നാണ് ആരോപണം. NGO യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലാണ് ഉപരോധം. ADM ബീന പി ആനന്ദിനെ ഉപരോധിക്കുകയാണ്. ജി ശ്രീജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, എന്താണ് സാഹചര്യം? ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ഥലം മാറ്റം ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഭരിക്കുന്നവർ തന്നെ, അതായത് ഭരണാനുകൂല CPM-ന്റെ സംഘടനയായ സർവീസ് സംഘടനയായ NGO യൂണിയൻ സമരത്തിൽ എത്തിയിരിക്കുന്ന കോട്ടയം കളക്ടറേറ്റിൽ ADM-നെയാണ് ഉപരോധിക്കുന്നത്. അതായത് ജില്ലയ്ക്ക് പുറത്തു നിന്ന് ഏതാണ്ട് 6ഓളം പേരെ ഇവിടേക്ക് നിയമിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇവിടെയുള്ള 2 പേരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഇതിൽ ചട്ടവിരുദ്ധമാണ് ഈ സ്ഥലം മാറ്റം എന്നാണ് NGO യൂണിയൻ ആരോപിക്കുന്നത്. എന്തായാലും ഫലത്തിൽ ഇതിലൊരു രാഷ്ട്രീയം കൂടിയുള്ളത്, CPM ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. CPM-ന്റെ സംഘടന, സർവീസ് സംഘടന തന്നെ സമരം ചെയ്യുന്നു. അതേസമയം തന്നെ റവന്യൂ വകുപ്പിനെതിരെയാണ് സമരം ചെയ്യുന്നത്. അതായത് അത് ജോയിന്റ് കൗൺസിലാണ്. ഇന്നലെ സംസ്ഥാനത്തൊട്ടാകെ നടന്ന സമരത്തിൽ, പണിമുടക്കിൽ കോട്ടയം കളക്ടറേറ്റിൽ NGO യൂണിയനും ജോയിന്റ് കൗൺസിലും, അതായത് CPIയുടെ സംഘടനയും തമ്മിൽ ഒരു നേരിയ രീതിയിൽ ഒരു ഉരസൽ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇന്നൊരു സമരം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും ജില്ലാ കളക്ടർ ഈ ഒരു സ്ഥലംമാറ്റ ഉത്തരവ് റദ്ദാക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് NGO യൂണിയന്റെ പ്രഖ്യാപനം. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്ന ആവശ്യം. UDF രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ആവശ്യത്തിന് മരുന്നും ജീവനക്കാരെയും എത്തിച്ച് ചികിത്സ പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. ഡോക്ടർ ഇല്ലാതെ ആശുപത്രി അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായതോടെയാണ് UDF സമരം നടത്തിയത്. മുലക്കാനം കിഴക്കേ കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം CHSE കവാടത്തിൽ പോലീസ് തടഞ്ഞു. ഇടുക്കി അപ്പർ ചെങ്കുളം വൈദ്യുതി പദ്ധതിക്കായുള്ള ടണൽ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ. ഉഗ്രസ്ഫോടനത്തോടെയുള്ള പാറ ഖനനം മൂലം മേഖലയിൽ ജീവിക്കാനാകാത്ത സാഹചര്യമെന്ന ആരോപണം. വെള്ളത്തൂവൽ എൽക്കുന്ന് നിവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അപ്പർ ചെങ്കുളം പദ്ധതിക്കായി വൻ മലയ്ക്ക് കുറുകെയാണ് ടണൽ നിർമ്മിക്കുന്നത്. മേഖലയിലെ പാറ തുരന്ന് ടണൽ നിർമ്മിക്കുന്നതിനായി മാസങ്ങളായി ഖനനം നടക്കുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ
യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പാറ പൊട്ടിക്കുന്നതെന്നും ഉഗ്രസ്ഫോടനത്തോടെ തുടർച്ചയായി പാറ പൊട്ടിക്കുന്നത് മൂലം നിരവധി വീടുകൾക്ക് വിള്ളലേറ്റെന്നും നാട്ടുകാർ പറയുന്നു. വീടുകൾക്ക് മുകളിൽ കല്ലുകൾ പതിച്ച സംഭവമുണ്ട്. ആളുകൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് കല്ലുകൾ ഇങ്ങനെ ചെതറി വീടുകളുടെ മേളിലേക്ക് ചെന്ന് വീണു. ഇവിടെ താഴെ 2-3 വീടിന്റെ മേളിലേക്ക് കല്ലുകൾ വന്ന് വീഴുകയും ഷീറ്റിട്ട് വീടുകളുടെ ഷീറ്റുകൾ പൊട്ടിത്തകർന്ന് വീഴുകയും അവിടെ നിന്ന് ആളുകൾ അത്ഭുതകരമായിട്ടാണ് സത്യത്തിൽ രക്ഷപ്പെട്ടു പോയത്. കാരണം ഈ കല്ല് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ദേഹത്താണ് വീഴുന്നതെങ്കിൽ അവിടെ മരണം തന്നെ സംഭവിക്കും. ഉഗ്രശബ്ദത്തിലുള്ള സ്ഫോടനം മൂലം വീട്ടിലിരിക്കാൻ പോലും ആകാത്ത സാഹചര്യമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പെരക്കാത്തിരിക്കാൻ പോലും പേടിയായി. ഈ വീട് വെടിവെക്കുമ്പോൾ തന്നെ ഞങ്ങൾ പെരക്കാത്തുനിന്ന് ഓടി ഇറങ്ങി പോവുക. ഇതെപ്പോഴായി ഉരുണ്ട് തലയിലേക്ക് വീഴുന്ന അറിയത്തില്ല. അതുപോലത്തെ രീതിയിലുള്ള ഒടുക്കമാണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത്. ഒരേ സമയം നിരവധി സ്ഫോടനങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്നും ഖനനത്തിന് ആധുനിക മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും കരാറുകാർ നടപടി സ്വീകരിച്ചിട്ടില്ല. പദ്ധതിക്ക് എതിരല്ലെന്നും എന്നാൽ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്താൻ ഇടപെടലുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഷിക മേള നടത്തി. വിദ്യാർത്ഥികളുടെ വീടുകളിൽ വിളവെടുത്ത കിഴങ്ങ് വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വിവിധതരം ചെടികൾ എന്നിവയുടെ വിപണനവും പ്രദർശനവും നടന്നു. പ്രധാന അധ്യാപിക ബിന്ദു വർഗീസ് മേള ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി അടിമാലി 200 ഏക്കറിൽ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. നന്മ കൃഷിക്കൂട്ടമാണ് കൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു. ആഘോഷമായാണ് കൊയ്ത്തുത്സവം നടന്നത്. അടിമാലിയിലെ 13-14 വാർഡുകളിലാണ് കൃഷി. 5 ഹെക്ടറിലാണ് നെൽകൃഷി ചെയ്തത്. നന്മ കൃഷിക്കൂട്ടത്തിലെ അംഗങ്ങൾ നേതൃത്വം നൽകി. പൊന്മണി H4 ഇനങ്ങളിൽപ്പെട്ട വിത്തിനങ്ങളാണ് ഉപയോഗിച്ചത്. മെച്ചപ്പെട്ട വിളവ് ലഭിച്ചതോടെ കർഷകർക്കും സന്തോഷമായി. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. വിളവെടുത്ത നെല്ല് നാട്ടിൽ തന്നെ വിറ്റഴിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് 18 അടിമാലി. ഇടുക്കിയിൽ വിയറ്റ്നാം വരാൽ കൃഷി പരിചയപ്പെടുത്തുകയാണ് കർഷകർ. രാജകുമാരി പാടശേഖരത്താണ് ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ മീൻ കൃഷി ഇറക്കിയിരിക്കുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയിൽ അതിവേഗം വളരുന്നവയാണ് വിയറ്റ്നാം വരാലുകൾ. ഹൈറേഞ്ചിൽ ആദ്യമായാണ് ഇത്ര വ്യാപകമായ കൃഷി. 6 മാസം കൊണ്ട് ഒരു വരാൽ കുഞ്ഞ് 1 കിലോ വരെ തൂക്കം വയ്ക്കും. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളായ ജാഫർ കിഴക്കേതിൽ, സുനിൽദാസ് എന്നിവരാണ് രാജകുമാരിയിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് വരാൽ കൃഷി ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാം. 1 സെന്റില് 300 എണ്ണം വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 6 മാസം കൊണ്ട് ഒരു 60-70% 1 കിലോ വരും. പിന്നെ 600-800 ആ ലെവലിൽ വരും. ഹൈദരാബാദിൽ നിന്നാണ് മീൻ കുഞ്ഞുങ്ങളെ എത്തിച്ചത്. 6 കുളങ്ങളിലായി 12,000 കുഞ്ഞുങ്ങളുണ്ട്. കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന ഇവയ്ക്ക് പ്രതിരോധശേഷിയും കൂടുതലുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ഇടുക്കി. തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്ത് തിരിച്ചെത്തി. രാവിലെ 8 മണിയോടെയാണ് സംഘം പന്തളത്ത് എത്തിച്ചേർന്നത്. ജനുവരി 12-നാണ് തിരുവാഭരണ പെട്ടികളുമായി ഘോഷയാത്രാ സംഘം പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് പോയത്. ശബരിമല മണ്ഡലകാല മകരവിളക്ക് ഉത്സവത്തിന് ശേഷം നട അടച്ചതോടെയാണ് തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളത്ത് തിരിച്ചെത്തിയത്. പരമ്പരാഗത പാതയിലൂടെയാണ് പന്തളത്ത് എത്തിച്ചേർന്നത്. ഇന്നലെ വൈകുന്നേരം ആറന്മുള മങ്ങാട്ട് കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ഘോഷയാത്രാ സംഘം രാത്രി വിശ്രമത്തിന് ശേഷമാണ് യാത്ര പുറപ്പെട്ട് പന്തളത്തെത്തിയത്. തുടർന്ന് ഇന്ന് പുലർച്ചെ ആറന്മുളയിൽ നിന്ന് തിരിച്ച് കുറിയാനിപ്പള്ളി ഉള്ളനൂർ കുളനട വഴിയാണ് രാവിലെ 8 മണിക്ക് പന്തളം കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. തിരിച്ചെത്തിയ തിരുവാഭരണ ഘോഷയാത്രാ സംഘത്തിന് പന്തളം നഗരസഭ, ദേവസ്വം ബോർഡ്, പന്തളം കൊട്ടാരം, പാലസ് വെൽഫെയർ സൊസൈറ്റി, വലിയ കോയിക്കൽ ക്ഷേത്ര ഉപദേശക സമിതി, അയ്യപ്പ സേവാ സംഘം, അയ്യപ്പ സേവാ സമാജം, മുട്ടാർ അയ്യപ്പ ക്ഷേത്രം ഉൾപ്പെടെ സ്വീകരണങ്ങൾ നൽകി. പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിലെത്തിയ ആഭരണ പെട്ടികൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് കൊട്ടാരം നിർവാഹക സംഘം ഏറ്റുവാങ്ങി സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചു. അയ്യപ്പന്റെ പിറന്നാളായ കുംഭമാസത്തിലെ ഉത്രത്തിനും വിഷുവിനുമാണ് ഇനി തിരുവാഭരണങ്ങൾ ദർശനത്തിനായി തുറക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾ സമാപിച്ചു. ജന്മനാടായ ആറന്മുളയിൽ നടന്ന സുഗതോത്സവത്തിന്റെ സമാപന സഭ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പൊതുനന്മയ്ക്കായി കവിതകളിലൂടെ സമൂഹത്തെ ഒന്നിപ്പിച്ച കവയത്രിയാണ് സുഗതകുമാരി എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു.
ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് മുഖ്യാതിഥിയായി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസനത്തിലേക്കാണ് രാജ്യം കുതിക്കുന്നതെന്നും വിദ്യാഭ്യാസ മേഖലയിൽ ആ മാറ്റം അനിവാര്യമാണെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിൽ സൈനിക സ്കൂളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധവും വിദ്യാഭ്യാസവും ഒത്തുചേർന്നുള്ള സൈനികരെയാണ് രാജ്യത്തിന് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. മാനേജിംഗ് ട്രസ്റ്റി ML ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V അനിൽകുമാർ മന്ത്രിയെ ആദരിച്ചു. ഡോക്ടർ B സന്തോഷ്, പ്രൊഫസർ M രമേശൻ, ഗോപാലൻകുട്ടി, ധന്യ രഞ്ജിത്ത്, H മേഘനാഥൻ, ജയപ്രകാശ് വല്യത്തൻ തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേ ടണൽ വൃത്തിയാക്കുന്ന ദൌത്യം അവസാന ഘട്ടത്തിലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ടണലിന് പുറത്ത് ശേഷിക്കുന്ന 65 മീറ്റർ 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ആമിഴഞ്ചാൻ തോട്ടിൽ വീണ് ജോയ് എന്ന ശുചീകരണ തൊഴിലാളി മുങ്ങി മരിച്ചതോടെയാണ് മാലിന്യ നീക്കം വേഗത്തിലായത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് ശുചീകരണം ആരംഭിച്ചത്. ഇടയ്ക്കിടെ പെയ്ത മഴ തടസ്സം സൃഷ്ടിച്ചെങ്കിലും കഴിഞ്ഞയാഴ്ചയോടെ ടണലിനടിയിലെ മാലിന്യം ഏറെക്കുറെ നീക്കി. റെയിൽവേ ടണലിന് അടിയിലൂടെയുള്ള തോടിന്റെ 117 മീറ്ററിൽ 1200 ഘനമീറ്റർ മാലിന്യമാണ് നീക്കം ചെയ്തത്. ഫെൻസിംഗ് അടക്കം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽപ്പെടുത്തി അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി തരികയാണ്. അതിന്റെ ഭാഗമായി റെയിൽവേ ട്രാക്കിനടിയിലുള്ള ഏതാണ്ട് 117 മീറ്റർ നീളത്തിൽ 1200 ഘനമീറ്റർ എക്കലും ചെളിയും മണ്ണുമെല്ലാം മാറ്റപ്പെട്ടു. അതിന്റെ വെളിയിൽ ഏതാണ്ട് 65 മീറ്ററോളം വരുന്ന സ്ഥലത്ത് 1300 ഘനമീറ്ററോളം വരുന്ന അഴുക്ക് ചാലിൽ പെട്ടിട്ടുള്ള ചെളിയും വെക്കലുമെല്ലാം പൂർണ്ണമായി നീക്കുന്നതിനുള്ള നടപടികൾ വരുന്ന ഏതാനും ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കും. 63 ലക്ഷം മുടക്കി ജലസേചന വകുപ്പ് നടത്തിയ ഡീസിൽറ്റേഷൻ അടക്കമുള്ള പ്രവർത്തികളാണ് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു വരുന്നത്. നഗര വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽ നിന്ന് പണം ചെലവാക്കിയാണ് പ്രവൃത്തി നടപ്പാക്കുന്നത്. അതേസമയം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹകരണവും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു. അതിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന പ്രവൃത്തിയിൽ ഒരു ശുചീകരണ തൊഴിലാളിയുടെ മരണമുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഗതിവേഗം കൂട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചത്. അങ്ങനെ വന്ന സന്ദർഭത്തിൽ ഇതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യപടി. റെയിൽവേ അക്കാര്യത്തിൽ പൂർണ്ണമായൊരു സഹകരണം നൽകാൻ തയ്യാറായില്ല. ആമയിഴഞ്ചാൻ തോട്ടിൽ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് 12 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. പഴവങ്ങാടി തോടിൽ പനവിള മുതൽ കോൺഫ്ലുവൻസ് പോയിന്റ് വരെയുള്ള ഡീസിൽറ്റേഷൻ, ക്ലീനിംഗ്, മറ്റ് അറ്റകുറ്റ പ്രവൃത്തികൾ എന്നിവയ്ക്ക് 30 ലക്ഷം രൂപയുടെ ഭരണാനുമതിയും മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളിൽ വേലി കെട്ടാൻ 5.54 കോടി രൂപയും നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7505 രൂപ, പവന് 6040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6205 രൂപ, പവന് 49640 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, കിലോഗ്രാമിന് 97000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം.